കൈലാസ എന്ന പേരിൽ സ്വന്തമായൊരു രാജ്യമൊക്കെ ഉണ്ടാക്കി അവിടെ സർവാധികാരിയായിരുന്ന ഒരു വിവാദ പുരുഷനാണ് നിത്യാനന്ദ. ഇന്ത്യയിൽ കുറേ കേസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടുന്ന് ഫ്ലീ ചെയ്ത് പെണ്ണ് കേസോ ഒക്കെ ഉണ്ടായിട്ട് ഇവിടുന്ന് പറന്നു പോയതാണ് പുള്ളി. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കി അവിടെ പാസ്പോർട്ടും ഇന്ത്യയിൽ നിന്ന് അവിടെ പാസ്പോർട്ടൊക്കെ ഉണ്ട്, പാസ്പോർട്ടും കറൻസിയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം മരിച്ചു എന്ന് കേൾക്കുന്നു. എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടോ? അതിൽ മരിച്ചതായിട്ട് സ്ഥിരീകരണമില്ല. പക്ഷേ കുടുംബക്കാരനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആള് ചെറുപ്പക്കാരനാണല്ലോ, വലിയ പ്രായമൊന്നുമില്ല. 47 വയസ്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അനന്തരവൻ സുന്ദരേശ്വർ ആണ് പറഞ്ഞിരിക്കുന്നത്. അമ്മാവൻ ജീവത്യാഗം ചെയ്തു. ആത്മഹത്യ ചെയ്തു? ജീവത്യാഗം ചെയ്തു. സംസ്കൃതമാണല്ലോ. ആത്മഹത്യ എന്നാണ് നമ്മൾ നമുക്കറിയാവുന്ന, അതും സംസ്കൃത വാക്ക് തന്നെ. സന്യാസിമാര് ജീവത്യാഗം ചെയ്തു എന്ന് പറയാം. സമാധിയായി എന്ന് പറയാം. അതെ, സമാധിയായി എന്നൊക്കെ പറയണം. അപ്പൊ ജീവത്യാഗം എന്നാണ് സുന്ദരേശ്വരന്റെ പ്രയോഗം. ഇത് നന്നായിട്ട് പടർന്നു. ഈ സുന്ദരേശ്വരൻ കുടുംബക്കാരാവുമ്പോ അറിയുമല്ലോ, അങ്ങ് വരണം എന്നൊക്കെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ കരുതുമല്ലോ എല്ലാവരും. മറ്റേ സംസ്കാര ചടങ്ങുകൾക്കൊക്കെ വരണം, ശവദാഹത്തിന് വരണം എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതിയിരുന്നു. അവിടേക്ക് പോവാൻ വലിയ പാടാ. ഇക്വഡോറിന്റെ കരയുടെ അപ്പുറത്ത് ദ്വീപിലാണ്. ഓസ്ട്രേലിയ ചെന്നിട്ട് അവിടുന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് പോകണം. അതെ, അങ്ങോട്ട് പോകാനായിട്ട് പിന്നെ വേറെ പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണ്ടേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൈലാസത്തിൽ നിന്ന് ഒരു പത്രക്കുറിപ്പ് വന്നു. മലിനമായ ഈ ചെളി വാരിയെറിയലിനെ ഞങ്ങൾ അപലപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന. അതിൻ്റെ കൂടെ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു, ലൈവ് സ്ട്രീം. മാർച്ച് 30 എന്നിവർ പറയുന്നത് മാർച്ച് 30 യുഗാദി ആഘോഷങ്ങളിൽ നിത്യാനന്ദ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോഴും കൺഫ്യൂഷൻ നിൽക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിത്യാനന്ദ വന്നിട്ട് ഇല്ല ഞാൻ ചത്തിട്ടില്ല എന്ന് പറഞ്ഞില്ല. മാർപ്പാപ്പയുടെ പോലും കാര്യത്തിലൊക്കെ അദ്ദേഹം ഇല്ലേ, നമുക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നു. അദ്ദേഹം വരികയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇയാളും ഒരു സ്വന്തമായി രാജ്യമുള്ള ആളല്ലേ. ഇത്തരം ഇന്ത്യയിലെ ഇത്തരം ആളുകൾ ഒരാൾ പോലും ഉണ്ടാവില്ല സ്വന്തമായി രാജ്യമുണ്ടെന്ന് പറയാൻ. അപ്പൊ അങ്ങനത്തെ ഒരാള് സ്വന്തമായി രാജ്യം, കറൻസി, പറഞ്ഞ പോലെ പാസ്പോർട്ട്, മുദ്ര, രാജ്യത്തിന്റെ മുദ്രയുമൊക്കെ ഉള്ള ആളാണ്. അയാൾ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ ജീവത്യാഗം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ജീവത്യാഗം തന്നെയാണോ എന്ന് ഈ നിത്യാനന്ദ ആയതുകൊണ്ട് ചോദ്യമൊക്കെ വരും, ധാരാളം ചോദ്യങ്ങൾ. നമ്മൾ കേരളത്തിലൊക്കെ ഇയാളെ ശ്രദ്ധിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ ബിദടി, മറ്റേ ഇയാളുടെ ഒരു ആശ്രമം ബാംഗ്ലൂരിനടുത്ത് അവിടെ ഉണ്ടായിരുന്നപ്പം മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്ന ഒരു നടി രഞ്ജിത എന്ന് പറഞ്ഞ നടി, കൈക്കുടന്ന നിലാവ് എന്ന് പറഞ്ഞൊരു സിനിമ ഓർമ്മ വരുന്നുണ്ട്. സബ്ജക്ട് കറക്ഷൻ. നമ്മുടെ സുഹൃത്ത് മുരളി ഒരു റാവുത്തർ എന്ന് പറഞ്ഞൊരു പോലീസുകാരനൊക്കെ അഭിനയിച്ച ഒരു പ്രത്യേക തരത്തിൽ അറിയപ്പെടുന്ന ശ്രദ്ധിക്കപ്പെട്ട ഒരു നായികയായിരുന്നു. ചില സിനിമകളൊക്കെ നന്നായിട്ട് വന്നിരുന്നതാണ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി മറ്റേ സൺ TV-യിൽ ആ കാലത്ത് ചില സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തു വന്നു, വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോ ഒക്കെ ഇപ്പോഴും കാണും. അങ്ങനെ അത് വലിയ കോൺട്രവേഴ്സി ഒക്കെ ആയി കഴിഞ്ഞ കാലത്താണ് നമ്മുടെ നാട്ടിൽ വളരെ ഈ നിത്യാനന്ദയെ ശ്രദ്ധിക്കുന്നത്. അതുവരെ നമുക്കൊന്നും ഇങ്ങനൊരു സ്വാമിയെ പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഇയാൾ വളരെ റിച്ചായി മാറിയിരുന്നു. 47 രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. ഇയാളുടെ ജീവചരിത്രം ഇയാൾ തന്നെ എഴുതി പ്രചരിപ്പിച്ചതിൽ ഇയാൾ മഹാവതാർ ബാബാജിയാണ് ഇയാൾക്ക് നിത്യാനന്ദ എന്ന് പേര് കൊടുത്തതെന്നൊക്കെയുള്ള പച്ച കള്ളവും അസംബന്ധവും ഒക്കെ എഴുതി വിടുന്നുണ്ടായിരുന്നു. മഹാവതാർ ബാബ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയൊക്കെ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെയും ഗുരുവൊക്കെയാണ്. ഹിമാലയത്തിൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടുമുട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോച്ചയടിച്ച ജീവചരിത്രമൊക്കെയാണ് എഴുതി വച്ചിരുന്നത്. ഇയാള് ഈ തിരുവണ്ണാമലയിലാണ് ഇയാൾ ജനിച്ചത്. രമണ മഹർഷി അവസാന കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം ജനിച്ചത് മധുരയിലെ തിരുച്ചുഴിയിലാണ്. രമണ മഹർഷി താമസിച്ചിരുന്ന തിരുവണ്ണാമലയിലാണ് ഇയാൾ ജനിച്ചത്. ഈ വെള്ളാള പിള്ള കുടുംബത്തിൽപ്പെട്ട ആളാണ്.
അരുണാചലം രാജശേഖരൻ എന്നാണ് ഇയാളുടെ ശരിക്കുള്ള പേര്. അരുണാചലം എന്നാണ് അച്ഛൻ്റെ പേര്. ശൈവ വെള്ളാള. യോഗിരാജ് യോഗാനന്ദ പുരി എന്ന് പറഞ്ഞൊരാൾ 3 വയസ്സിൽ ഇയാളെ വന്ന് കണ്ടു, സ്പർശിച്ചു. അങ്ങനെ തന്നെ ആധ്യാത്മിക രംഗത്തേക്ക് ഇയാൾ ഉണർന്നു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. 2022 നിത്യാനന്ദ എന്നുള്ള പേരായി. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇയാളുടെ പച്ചക്കള്ളം മഹാവതാർ ബാബാജി കൊടുത്താണെന്നൊക്കെ പറയുന്നത്. ഹിമാലയത്തിൽ വെച്ച് കൊടുത്തു. ബിദഡി ആശ്രമം 2003 തുടങ്ങി ഇയാൾ കർണാടകയിൽ. പിന്നെ ഫ്ലോറിഡയിൽ ഹിന്ദു യൂണിവേഴ്സിറ്റി ഓഫ് US എന്ന് പറഞ്ഞിട്ട് സ്ഥാപിച്ചു. ഫ്ലോറിഡയിൽ ഹിന്ദു യൂണിവേഴ്സിറ്റി ഓഫ് US. ഇത്രമാത്രം പണം എങ്ങനെ ഉണ്ടായത്? അത് എനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്ത് നമ്മൾ കാണുന്ന ഈ ആസാറാം ബാപ്പു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഈ സമൂഹത്തിലെ ഹിന്ദു സമുദായത്തിൻ്റെ അകത്ത് തന്നെ പിന്നാക്ക വിഭാഗത്തിലുള്ള ചില ആളുകൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ആ ഒരു ആശ്രമത്തിൽ ഒരുപാട് മരണമൊക്കെ ഉണ്ടായില്ലേ ഉത്തർപ്രദേശിൽ. ഇത്തരം ആളുകളാണ് വന്ന് കൂടുന്നത്. ഇത് ശരിക്കും അവർ ധരിക്കുകയാണ്, അവരുടെ ഒരു സാക്ഷരതയില്ലായ്മയോ പരിചയം കുറവുണ്ടോ മറ്റോ ഒക്കെ ഇവർ ശരിക്കും ദൈവത്തിൻ്റെ അവതാരങ്ങളായിട്ട് കരുതുകയാണ്. ഇദ്ദേഹം അങ്ങനെ ഒരു സമുദായത്തിൽ നിന്ന് വരുന്ന ആളാണല്ലോ. അപ്പോൾ അങ്ങനെ ഫ്ലോറിഡയിൽ ഇതുണ്ടാക്കി. മധുരൈ അധീനം, അത് ഈ അധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നാക്കക്കാരുടെയൊക്കെ ആശ്രമങ്ങളുണ്ടല്ലോ തമിഴ്നാട്ടിൽ, അങ്ങനെ ഒരു അധീനത്തിൽ നിന്നാണല്ലോ ആ ചെങ്കോല് കൊണ്ടുപോയി. ചെങ്കോല് ബ്രാഹ്മണരല്ലാത്ത സന്യാസിമാരാണ്. അതെ. അപ്പോൾ അത് 24 മറ്റോ അധീനം അവിടെ ഉണ്ട് തമിഴ്നാട്ടിൽ. അങ്ങനെ മധുര അധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ 293 പീഠാധിപതിയായിട്ട് ഇയാൾ വലിയ പുള്ളിയാണെന്നൊക്കെ തോന്നിയിട്ട് അവരോധിച്ചിരുന്നു ഇടയ്ക്ക് പീഠാധിപതിയായിട്ട്. പക്ഷേ അവിടുത്തെ ആചാര്യൻ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾ നീക്കി. അന്നും ഇതായിരുന്നിരിക്കണം ഇയാളുടെ പരിപാടി. അപ്പോൾ മര്യാദക്കാണെങ്കിൽ അധീനം എന്നൊക്കെ പറഞ്ഞ് വലിയ ആളായിട്ടൊക്കെ ഇരിക്കാമായിരുന്നു, കയ്യിലിരിപ്പ് മോശമായിരുന്നു. 2013 ഫെബ്രുവരിയിൽ ഇയാളെ പഞ്ചായത്തി മഹാനിർവാണി അഖാഡ ഇയാൾ മഹാമണ്ഡലേശ്വറാക്കിയിരുന്നു. അത് ശരി. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ, അല്ലാതെ ജൂന അഖാഡ പോലത്തെ ഒന്നുമല്ല, ഒരു ചെറിയ അഖാഡ. അങ്ങോട്ട് പൈസ കൊടുത്താൽ ആക്കുന്ന ആളുകളായിരിക്കും. ഇവിടെ ഒരു സിനിമാ നടിയെ ആക്കിയല്ലോ, പിൻവലിച്ചു. അത് കാശ് കൊടുത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. 2010 ഈ സൺ TV രഞ്ജിതയുമായിട്ടുള്ള സംഗതിയൊക്കെ വന്നത്. 2010 കേസ് വന്നു. ഒരു അമേരിക്കൻ പൗരയെ ഇയാൾ 5 കൊല്ലം ബലാത്സംഗം ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ അവിടെയും മിഷിഗണിലും കേസ് കൊടുത്തു, ബാംഗ്ലൂർ പോലീസിലും അവർ കേസ് കൊടുത്തു. 2019 ദമ്പതിമാർ അവരുടെ 4 കുട്ടികളിൽ 3 പേരെ ഇയാൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അഹമ്മദാബാദിലൊരു കേസ് കൊടുത്തു. ആ കേസ് പിന്നെ റെസ്ക്യൂ ചെയ്തു പോലീസ്. സംഗതി ശരിയായിരുന്നു, മൈനേഴ്സായിരുന്നു അവർ. അതിനെ തുടർന്നാണ് ഈ അഹമ്മദാബാദിലെ കേസിനെ തുടർന്നാണ് 2019 നവംബർ 20 ഇയാൾ ഇന്ത്യ വിടുന്നത്. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇയാൾ ഇക്വഡോറിൽ തീരം വിട്ടാലുള്ള ഒരു ദ്വീപ് വാങ്ങിച്ച് രാജ്യമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയും ഇയാൾക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരും. കാരണം ഈ ഇക്വഡോറുമായിട്ട് നമുക്ക് മറ്റേ കരാറില്ല, കൈമാറ്റം എക്സ്ട്രഡീഷൻ ട്രീറ്റി ഇല്ല, കൈമാറ്റം ചെയ്യേണ്ടതില്ല. പക്ഷേ ഇയാൾ ക്രൈസിസിലാണ്, ഇയാൾ അസുഖങ്ങൾ അലട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു റിപ്പോർട്ട് വായിച്ചിരുന്നു. അപ്പോൾ അത് ചർച്ച ചെയ്യാൻ മാത്രമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്യാതിരുന്നത്. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലവും കൂടി ഉണ്ട് ഈ റിപ്പോർട്ട് വരുമ്പോൾ. ഇയാൾക്ക് ഏതായാലും ഇയാൾ ഈ നമ്മൾ നല്ല രീതിയിൽ നടക്കുന്ന ആശ്രമങ്ങൾക്കും സന്യാസിമാർക്കും ഒക്കെ വലിയ നാണക്കേടുണ്ടാക്കിയ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിത്യാനന്ദ, അല്ലേ? അതെ. അപ്പോൾ അത് പക്ഷേ ഇതേ പേരിൽ നിത്യാനന്ദ എന്ന് പറഞ്ഞിട്ടൊരു മലയാളി ഈ അനാഥനായിട്ട് ഈ BR കൃഷ്ണയ്യരുടെ കുടുംബമൊക്കെ എടുത്തു വളർത്തിയ ഒരാൾ പിന്നീട് വലിയ സന്യാസിയാവുകയും നമ്മുടെ ഗണേഷ് പുരി, മഹാരാഷ്ട്രയിൽ ഗണേഷ് പുരി ആശ്രമത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിന് പുറമെ ഒരു നിത്യാനന്ദാശ്രമമുണ്ട്. അങ്ങനെ ഒരു വലിയ ചിതാകാശ ഗീത എന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മളൊരു കഥയിൽ നിത്യാനന്ദയെ പറ്റി ശരിയാ ചർച്ച ചെയ്തിട്ടുണ്ട്. നിത്യചൈതന്യതിയുടെ ആത്മകഥയില് അദ്ദേഹം ധാദറില്
ഈ സന്യാസിയാകാനൊക്കെ ശ്രമം നടത്തുന്ന കാലത്ത് ഒരു മുറിയിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ജനലിൽ കൂടെ നോക്കുക. ജനാലിൽ ഈ കഥയാണ് നമ്മൾ അതിൽ പറഞ്ഞിരുന്നു. അതെ, നല്ല നിത്യാനന്ദയും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ്. ഏതായാലും ഇങ്ങനൊരു വാർത്ത വരുന്നുണ്ട്, നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ വന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച വാർത്തയാവും. ഏതായാലും ഒരു സംശയാസ്പദം, ദുരൂഹതയുണ്ട് അവിടെ. എന്താണ്, ഒരുപാട് സ്വത്തുക്കളും ഒക്കെയുള്ള ഒരു ആത്മീയ സാമ്രാജ്യമാണ്. വ്യാജൻ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇയാൾ കെട്ടിപ്പടുത്തത്. അതിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.